ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ ഡയറി ടെക്നോളജിക്കകത്ത് തന്നെ വരുന്നുള്ള മിൽക്ക് ഹൈജീനും അതുപോലെ തന്നെ മിൽക്ക് മൈക്രോബയോളജി എന്ന് പറയുന്നുള്ള രണ്ട് ടോപ്പിക്സാണ്. അതിൻ്റെ കൂടെ തന്നെ വരുന്നുള്ള രണ്ട് ടോപ്പിക്സാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നുള്ളത് കേട്ടോ. അപ്പോൾ പറയാലോ, ഇതിനകത്ത് ഒരുപാട് മൈക്രോ ഓർഗാനിസത്തിൻ്റെ പേരൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ശരിക്കും എന്താണ് ഈ മിൽക്ക് ഹൈജീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മിൽക്ക് ഹൈജീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് ക്ലീൻ ഹോൾസം മിൽക്ക് ദാറ്റ് ഈസ് ഫ്രീ ഫ്രം ബാക്ടീരിയ, അല്ലേ? മിൽക്ക് ഹൈജീൻ എന്ന് വെച്ചാൽ എന്താണ്? ഹൈജീൻ എന്ന് വെച്ചാൽ നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് നമ്മുടെ മിൽക്കിനകത്ത് ഏതെങ്കിലും ഒരു ബാക്ടീരിയയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസ് കോസ് ചെയ്യുന്നുള്ള ഏതെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസമോ അതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? മിൽക്ക് ഹൈജീൻ എന്ന് പറയാം. സോ മിൽക്ക് ഹൈജീൻ ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് ക്ലീൻ wholesome milk that is free from bacteria or other disease causing microorganisms. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? മിൽക്ക് ഹൈജീൻ എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇനി എന്താണ്? നമ്മൾ ഈ ബാക്ടീരിയ അതിനകത്ത് പ്രസൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം? അവരതിനകത്ത് പ്രസൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരതിൻ്റെ സ്പോയിലേജ് അല്ലെ മിൽക്കിൻ്റെ സ്പോയിലേജ് അവർ കോസ് ചെയ്യും. നമുക്കറിയാം അതിനകത്ത് നമ്മുടെ മിൽക്കിനകത്ത് 87% വാട്ടറാണ്. അപ്പോൾ അങ്ങനെ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള പെരിഷബിലിറ്റി ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫുഡ്സിൽ ഇതൊക്കെ നമ്മൾ പെരിഷബിൾ ഫുഡ്സാണ്. അങ്ങനെയുള്ള ഫുഡ്സിനകത്തൊക്കെ എന്താണ്? ബാക്ടീരിയ പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിക്കും? അതിൻ്റെ സ്പോയിലേജ് കോസ് ചെയ്യും, സ്പോയിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഡിസീസസ്, ഇതിപ്പം നമ്മൾ ഗ്രോ ചെയ്യുന്നുള്ള മൈക്രോ ഓർഗാനിസം എന്തെങ്കിലും ടോക്സിനോ മറ്റോ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ചില എന്താണ് ഡിസീസ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ കണ്ടു എന്താണ്? ചീസ്, ബട്ടറൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ചീസിനകത്തൊക്കെ നമ്മൾ മൈക്രോ ഓർഗാനിസത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അൺഡിസൈറബിൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസമാണ് നമ്മുടെ ചീസിൻ്റെ പ്രൊഡക്ഷനകത്ത് ഈ മിൽക്കിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളതെങ്കിൽ ആ മിൽക്ക് നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അൺഡിസൈറബിൾ ആയിട്ടുള്ള ഫ്ലേവേഴ്സൊക്കെ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യും. എന്താണ്? നമ്മുടെ ഈ മൈക്രോ ഓർഗാനിസം അൺഡിസൈറബിൾ ആയിട്ടുള്ള ഫ്ലേവേഴ്സൊക്കെ ചീസിന് മാത്രമല്ല, യോഗേർട്ട് അതുപോലെ തന്നെ നമ്മളെ മറ്റുള്ള ഡയറി പ്രൊഡക്ട്സ് ഉണ്ടല്ലോ അതിനൊക്കെ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ആയിരിക്കില്ല കൊടുക്കുക. എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞിരിക്കുന്ന മൈക്രോ ഓർഗാനിസത്തൊക്കെ പ്രസൻ്റ് ആയിരിക്കുന്നത് കൊണ്ടാണ്. നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. മിൽക്ക് ഹൈജീൻ എന്ന് വെച്ചാൽ എന്താണ്? മിൽക്ക് ഹൈജീൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് ക്ലീൻ അതുപോലെ തന്നെ ഹോൾസം മിൽക്ക് ഫ്രീ ഫ്രം ബാക്ടീരിയ ആൻഡ് അതർ മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസത്ത് അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം? അവർ ഡിസീസ് കോസ് ചെയ്യും. അതുപോലെ തന്നെ അവർ നമ്മുടെ മിൽക്കിനെ സ്പോയിൽ ചെയ്യാനുള്ള സാധ്യത കൂടിയുണ്ട്. പിന്നെ ഒരു കാര്യം നമ്മൾ പറഞ്ഞ എന്താണ്? ചില കെമിക്കൽ ചേഞ്ചസ് ഇതുപോലുള്ള പ്രൊഡക്ട്സ്, നമ്മുടെ ചീസ് ആയാലും യോഗേർട്ട് ആയാലും ഈവൻ ഐസ്ക്രീം ആയാലും അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസം അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് ചില മൈക്രോ ഓർഗാനിസം നമുക്ക് ആവശ്യമാണ്, തൈരിനൊക്കെ നമുക്ക് ചില ഓർഗാനിസം ആവശ്യമാണ്, പക്ഷെ ചിലത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ ചില അൺഡിസൈറബിൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവർ ചില കെമിക്കൽ ചേഞ്ചസ് കൊണ്ടുവരും. അതോടുകൂടി തന്നെ നമ്മുടെ ഈ ചീസിൻ്റെ ഒക്കെ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ആയിരിക്കും അവിടെ ഡെവലപ്പ് ചെയ്യുക. ഇനി ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസത്തിൻ്റെ സോഴ്സസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണെന്നൊക്കെ പറഞ്ഞു. ഇത് എവിടെ നിന്നായിരിക്കും ഈ മൈക്രോ ഓർഗാനിസം നമ്മുടെ മിൽക്കിലേക്ക് വരിക? നോർമലി മിൽക്കിനകത്ത് മൈക്രോ ഓർഗാനിസം ഉണ്ട് നമുക്കറിയാം. അതുകൊണ്ടാണ് മിൽക്ക് എന്തായിട്ട് മാറുന്നുള്ളത്? കേടൊക്കെ ആയിട്ട് മാറുന്നുള്ളത് അല്ലേ? അപ്പോൾ എവിടെ നിന്നായിരിക്കും ഈ മൈക്രോ ഓർഗാനിസം വരുന്നത്? ഒന്ന് നമ്മുടെ ഇൻറ്റേർണൽ ഓഫ് അഡർ എന്ന് പറയാം നമുക്ക്, അല്ലേ? നമ്മൾ പശുവിൽ നിന്ന് പാൽ കറക്കുന്നില്ലേ? അഡറിൽ നിന്നാണ് പാൽ കറക്കുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ ഓഫ് അഡർ. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസം എങ്ങനെയായിരിക്കും അഡറിനകത്തേക്ക് കയറുന്നുള്ളത്? സോ മൈക്രോ ഓർഗാനിസം എൻ്റർ ദ അഡർ ത്രൂ ദ ഡക്റ്റ് ഉണ്ട്. നമ്മൾ പശുവിൽ നിന്ന് പാൽ കറന്നെടുക്കുന്നില്ലേ? അപ്പോൾ അതൊരു ഡക്റ്റിലൂടെയല്ലേ നമുക്ക് പാൽ പുറത്തോട്ട് വരുന്നുള്ളത്. അപ്പോൾ ആ ഡക്റ്റിലൂടെ തന്നെ ഡക്റ്റ് അറ്റ് ദ ടീറ്റിൻ്റെ ടിപ്പിലുള്ള ആ ഡക്റ്റിലൂടെ മൈക്രോ ഓർഗാനിസം എന്ത് സംഭവിക്കും? ഉള്ളിലോട്ട് കടന്ന് കയറും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ മിൽക്കിങ്ങിൻ്റെ സമയത്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താണ് മിൽക്കിങ്ങിൻ്റെ ടൈമിൽ എന്താണ്? മൈക്രോ ഓർഗാനിസത്തിൻ്റെ ലോഡ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ആദ്യം എന്ത് ചെയ്യും? ഈ പശുവിൽ നിന്ന് പാൽ കറന്നെടുക്കുന്നവർ ഫസ്റ്റ് കുറച്ച് പാൽ അവർ കളയും, അല്ലേ? എടുത്തിട്ട് അവർ കളയും, കറന്നെടുത്തിട്ട് അവരത് കളയും. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ മിൽക്കിങ് ചെയ്യുമ്പോൾ അതിനകത്ത് ബിഗിനിങ് ടൈമിൽ എന്താണ്? ഈ മൈക്രോബിയൽ ലോഡ് കൂടുതലായിരിക്കും. പിന്നീട് അത് ഗ്രാജുവലി കുറഞ്ഞു വരും. അപ്പോൾ ആ ഗ്രാജുവലി അതായത് എപ്പോഴും കറക്കുന്ന ഒരു മനുഷ്യനറിയാം എന്താണ് അതിനകത്ത് എത്ര നമ്മൾ പാല് കളയണം എന്ന്. അപ്പോൾ ആ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ലോഡ് കളഞ്ഞിട്ടാണ് അവരെപ്പോഴും എന്താണ് മിൽക്ക് എടുക്കുന്നത്. എന്താ ചെയ്യുക? ഫോർ മിൽക്ക് നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. FORE മിൽക്ക്.
മിൽക്ക് നമ്മൾ ഡിസ്കാർഡ് ചെയ്തിട്ടാണ് യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്, ഈ പറഞ്ഞിരിക്കുന്ന മിൽക്ക് കളക്ട് ചെയ്യുന്നുള്ളത്. പിന്നെ എന്താണ്, ഏതൊക്കെ മൈക്രോ ഓർഗാനിസമാണ് ഈ ഇൻറ്റേർണൽ ഓഫ് അഡറിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ടാവുക? ഒന്ന് നമ്മുടെ മൈക്രോകൊക്കൈ. കുറച്ച് പണിയാണ് കേട്ടോ ഇതൊക്കെ പഠിക്കണമെങ്കിൽ. എനിക്ക് തന്നെ ഇഷ്ടമല്ല, എങ്കിലും നമ്മുടെ സിലബസിനകത്ത് വന്നിട്ടുണ്ട്. മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ 20 മാർക്കിന് വേറെയും വന്നിട്ടുണ്ട്, കൂടാതെ ഇതൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ആ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നു, അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നു കേട്ടോ. അപ്പോൾ മൈക്രോകൊക്കൈ ഇൻറ്റേർണൽ ഓഫ് അഡറിനകത്ത് വരുന്നുള്ള മൈക്രോ ഓർഗാൻസ് ആണ് പറയുന്നത്. മൈക്രോകൊക്കൈ വരാം. ഈ മൈക്രോകൊക്കൈ എന്ന് പറയുന്നത് ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള കൊക്കൈ, എയറോബിക് ആയിട്ടുള്ള കൊക്കയാണ് ഇതിനകത്ത് വരുന്നുള്ളത്, നമ്മുടെ ഈ അഡറിൽ വരുന്നുള്ളത്. ഇവർ ഡിസ്കളറേഷൻ കോസ് ചെയ്യാം. ഡിസ്കളറേഷൻ കോസ് ചെയ്യാം. എന്ത് ഡിസ്കളറേഷനാണ് ഇവർ കോസ് ചെയ്യുന്നത്? നമ്മുടെ മിൽക്കിൻ്റെ കളർ നമുക്കറിയാം. ഇവരൊരു യെല്ലോ ഓർ പിങ്ക് കളറാണ് കോസ് ചെയ്യുന്നത്. എന്ത് കളറാണ്? യെല്ലോ അല്ലെങ്കിൽ പിങ്ക്. അപ്പോൾ മൈക്രോകൊക്കൈ ലൂട്ടിയസും അതുപോലെ തന്നെ റോസിയസ്. അപ്പം ലൂട്ടിയസും റോസിയസും ഇവരാണ് ഇൻറ്റേർണൽ അഡറിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മളിങ്ങനെ അഡറിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ പേരൊക്കെയാണ് പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് മൈക്രോകൊക്കൈ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ആ മൈക്രോകൊക്കൈ തന്നെ എന്താ ചെയ്യുന്നതുള്ളത്? അവർ പ്രോട്ടിയോലിസിസ് ആണ്, നമ്മുടെ മിൽക്കിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ്റെ ലൈസിസ് ആണ് അവർ ചെയ്യുക. അങ്ങനെ ലൈസിസ് ചെയ്തിട്ട് അവർ ഡിസ്കളറേഷൻ കോസ് ചെയ്യും. ഏത് ഡിസ്കളറേഷനാണ്? യെല്ലോ അല്ലെങ്കിൽ പിങ്ക്. ഏത് ഓർഗാനിസമാണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ മൈക്രോകൊക്കൈ ലൂട്ടിയസ്. ഞാൻ എഴുതി കാണിച്ചു തരാം. മൈക്രോകൊക്കൈ ലൂട്ടിയസും അതുപോലെ തന്നെ മൈക്രോകൊക്കൈ റോസിയസും. അപ്പോൾ ഒരു പിങ്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരില്ലേ, റോസ് എന്ന്. അപ്പോൾ മൈക്രോകൊക്കൈ ലൂട്ടിയസും അതുപോലെ തന്നെ മൈക്രോകൊക്കൈ റോസിയസും, ഇതാണ് മൈക്രോകൊക്കൈ. ഇനി ഒരാൾ കൂടിയുണ്ട്, സ്റ്റഫൈലോകോക്കസ് ഏരിയസ്. നമ്മൾ കേട്ടിട്ടുള്ള പേരാണ് സ്റ്റഫൈലോകോക്കസ് ഏരിയസ്. സ്റ്റഫൈലോകോക്കസ് ഏരിയസ് എന്ന് പറയുമ്പോൾ ഇവർ മിൽക്ക് ഇൻടോക്സിക്കേഷനാണ് കോസ് ചെയ്യുക. മിൽക്ക് ഇൻടോക്സിക്കേഷനാണ്. അപ്പോൾ ഇവരെന്താണ്, ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ടോക്സിൻ നമ്മുടെ മിൽക്കിനകത്ത് പ്രസൻ്റ് ആയിരിക്കുമ്പോൾ അത് എന്ത് കോസ് ചെയ്യും? മിൽക്ക് ഇൻടോക്സിക്കേഷൻ കോസ് ചെയ്യും. പിന്നെയുള്ളത് ആരാണ്? കോളിഫോംസ് ഉണ്ട്. ഇത് ഇൻറ്റേർണൽ അഡറിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോളിഫോംസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ആരൊക്കെ വരും? നമ്മുടെ ഈക്കോളൈ അല്ലേ. ഈക്കോളൈ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരേ ഒരു പേര് ഈക്കോളൈ. അതുപോലെ തന്നെ നമ്മുടെ ക്ലബ്ഷിയല്ല ന്യൂമോണിയെ അറിയാമല്ലോ, ഇതൊക്കെ അറിയാത്തവരില്ലല്ലോ. ക്ലബ്ഷിയല്ല ന്യൂമോണിയെ. അതുപോലെ തന്നെ നമ്മുടെ എൻഡറോബാക്ടർ എയ്റോജീൻസ്. അപ്പോൾ മൈക്രോബയോളജി ഒക്കെ പഠിച്ച ആൾക്കാരായതുകൊണ്ട് തന്നെ ഞാൻ അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഓർഗാനിസത്തിൻ്റെ പേരൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, മൈക്രോകൊക്കൈ ലൂട്ടിയസും മൈക്രോകൊക്കൈ റോസിയസും ഉണ്ട്. അതുപോലെ തന്നെ മിൽക്ക് ഇൻടോക്സിക്കേഷൻ കോസ് ചെയ്യുന്നുള്ള നമ്മുടെ ആളാണ് സ്റ്റഫൈലോകോക്കസ് ഏരിയസ് ആണ്. പിന്നെ കോളിഫോംസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈക്കോളൈ വരും, ക്ലബ്ഷിയല്ല ന്യൂമോണിയ ഉണ്ട്, എൻഡ്രോബാക്ടർ എയ്റോജീൻസ് ഉണ്ട്. ഇത്രയും ആൾക്കാരാണ് കോളിഫോംസിൻ്റെ കേസിൽ വരുന്നുള്ളത്. പിന്നെ ഒരാൾ കൂടിയുണ്ട്, സ്റ്റഫൈലോകോക്കസ് ഏരിയസ് പറഞ്ഞ പോലെ തന്നെ ബാസിലസ് സീരിയസ്. ഇവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടിയോലിസിസ് ആണ് കോസ് ചെയ്യുന്നത്. അപ്പോൾ മൈക്രോകൊക്കയും പ്രോട്ടിയോലൈസിസ് ആണ്, ഇവരും പ്രോട്ടിയോലൈസിസ് ആണ്. അതുപോലെ തന്നെ ഒരു ബിറ്റി ക്രീം കൂടി ഇവർ ഡെവലപ്പ് ചെയ്യും. എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു ബിറ്റി ക്രീം കൂടി ഇവർ ഡെവലപ്പ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇൻറ്റേർണൽ അഡറിൽ എങ്ങനെയാണ് മൈക്രോ ഓർഗാനിസം കയറുക? നമ്മുടെ ടീറ്റ് ടിപ്പിൽ ഡക്ട്സ് ഉണ്ട്, അവിടെ നിന്നാണ് മിൽക്ക് നമ്മൾ സെക്രീറ്റ് ചെയ്യുന്നത് അല്ലെ, നമ്മുടെ പശുക്കൾ സെക്രീറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മിൽക്ക് ചെയ്തെടുക്കുമ്പോൾ ആദ്യം വരുന്നുള്ള ആ മിൽക്കിനകത്ത് എന്താണ്, ബിഗിനിങ്ങിൻ്റെ ടൈമിൽ എന്താണ്, നമ്മുടെ മിൽക്കിൻ്റെ ലോഡ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ബിഗിനിങ്ങിൽ ലോഡ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? മിൽക്ക് ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ. പിന്നെ ഏതൊക്കെ മൈക്രോ ഓർഗാനിസം ആണ് ഇതിനകത്ത് കയറാനുള്ള സാധ്യത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മുടെ മൈക്രോകൊക്കൈ എന്താ പറഞ്ഞാൽ പ്രോട്ടിയോലിസിസ്, യെല്ലോ പിങ്ക് ഡിസ്കളറേഷൻ വരും. കോസ് ചെയ്യുന്നുള്ള ഓർഗാനിസം മൈക്രോകൊക്കൈ ലൂട്ടിയസും മൈക്രോകൊക്കൈ റോസിയസും. അതുപോലെ തന്നെ എന്ത് പറഞ്ഞു? ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ് മൈക്രോകൊക്കൈ. ഗ്രാം പോസിറ്റീവ് ആണ്. പിന്നെ പറഞ്ഞത് മിൽക്ക് ഇൻടോക്സിക്കേഷൻ കോസ് ചെയ്യുന്നുള്ള നമ്മുടെ സ്റ്റഫൈലോകോക്കസ് ഏരിയസിനെ കുറിച്ചാണ് പറഞ്ഞത്. അവർ പിന്നെ കോളിഫോംസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. കോളിഫോംസ് എന്താണ്? ഇവർ എന്താണ്? ഈക്കോളൈ, ക്ലബ്ഷിയല്ല ന്യൂമോണിയ, എൻഡ്രോബാക്ടർ എയ്റോജിൻസ്, ന്യൂമോണിയ, ഇവർക്ക് ഇതിനകത്താണ് ഇൻറ്റീരിയർ ഓഫ് അഡറിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരെന്താ കോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. ഇവർ സോറിങ്, അതായത് ഒരു പുളിപ്പ് ഉണ്ടാക്കുക അല്ലെ, മിൽക്ക് സോറിങ്ങും അതുപോലെ തന്നെ ഗ്യാസിനസും, അതായത് ഫെർമെൻറ്റേഷൻ കഴിഞ്ഞിട്ട് ഗ്യാസിനസ്. സോറിങ്ങും ഗ്യാസിനസും ആണ് നമ്മുടെ കോളിഫോംസ് ചെയ്യുന്നുള്ള പരിപാടി. പിന്നെ പ്രോട്ടിയോലിസിസും അതുപോലെ തന്നെ ബിറ്റി ക്രീം ഡെവലപ്പ് ചെയ്യുന്നുള്ളത് ബാസിലസ് സീരീസ് ആണ്.
അപ്പോൾ ഇത്രയാണ് ഇൻറ്റേർണൽ അഡറിനകത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരുപാട് പലതരത്തിൽ നമ്മുടെ മിൽക്കിനകത്തേക്ക് മൈക്രോ ഓർഗാനിസം കയറി പോകാറുണ്ട്. നമ്മൾ അതിനകത്ത് ഫസ്റ്റ് ഉള്ള ആളെ പറഞ്ഞിട്ടുള്ളൂ, അത് ഏതാണ്? ഇൻറ്റേർണൽ അഡർ. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസത്തിന് തന്നെ അപ്പം പഠിച്ചു പോവുക, അപ്പം തന്നെ പേര് എഴുതി വെക്കുക. അഥവാ നമുക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ, മൈക്രോബയോളജി ഇഷ്ടമില്ലാത്ത എന്നെപ്പോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? റിപ്പീറ്റ് അടിച്ച് കേൾക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണുന്നിടത്ത് പേര് എഴുതി വെക്കുക, എന്നിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്തത് വായിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വേറെ ഒരു എളുപ്പ വഴി നമ്മുടെ മൈക്രോബയോളജിയിൽ മൈക്രോ ഓർഗാനിസത്തിന് പഠിക്കാനില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമ്മൾ എന്തിനാ പോകുന്നുള്ളത്? എക്സ്റ്റീരിയർ ഓഫ് അഡർ ആണ്. അപ്പോൾ ഇൻറ്റീരിയർ കഴിഞ്ഞു, ഇനി എക്സ്റ്റീരിയർ ഓഫ് അഡർ അല്ലേ. അഡറിന് എക്സ്റ്റീരിയറിൻ്റെ ഭാഗത്ത് ഒരുപാട് മൈക്രോ ഓർഗാനിസം വരാറുണ്ട്. അൺക്ലീൻ ആയിട്ടുള്ള അല്ലേ, അൺക്ലീൻ ആയിട്ടുള്ള അഡർ. പിന്നെ അവർ നമ്മൾ കണ്ടിട്ടുണ്ടാവും തൊഴുത്തിലൊക്കെ അവർ കിടക്കുമ്പോഴൊക്കെ ഈ അഡർ നമ്മുടെ തൊഴുത്തിലുള്ള സർഫസിൽ ടച്ച് ആവാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ബാക്ടീരിയൽ കൗണ്ട് അൺക്ലീൻ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബാക്ടീരിയൽ കൗണ്ട് ഏതിനകത്തേക്ക് വരും? നമ്മുടെ മിൽക്കിനകത്തേക്ക് വരും. ഇവിടെയും മെയിൻ ആയിട്ടുള്ള ആൾ നമ്മുടെ മൈക്രോകൊക്കയും അതുപോലെ തന്നെ എൻട്രോകൊക്കൈ, സ്റ്റഫൈലോകൊക്കൈ. ആരൊക്കെയാണ്? കുറേ കൊക്കൈകളാണ് കേട്ടോ. എൻട്രോകൊക്കൈ, മൈക്രോകൊക്കൈ, അതുപോലെ തന്നെ സ്റ്റഫൈലോകൊക്കൈകളൊക്കെയാണ് ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്. പിന്നെ എന്താണ്? ബാസിലസിൻ്റെ കുറച്ച് സ്പീഷീസ് ഉണ്ട് കേട്ടോ. ബാസിലസ് സബ്റ്റിലിസ്, ബാസിലസ് പ്യൂമിലിസ്, അതുപോലെ തന്നെ ബാസിലസ് ലൈക്കനിഫോംസ്, ഇതൊക്കെയാണ് ഏത്? നമ്മുടെ ബാസിലസ് സ്പീഷീസ് വരുന്നത്. അപ്പോൾ അൺക്ലീൻ ആയിട്ടുള്ള നമ്മൾ അഡറിനകത്തും അതുപോലെ തന്നെ ടീറ്റ്സിലൊക്കെ എന്ത് വരും? ഈ മൈക്രോ ഓർഗാനിസം പോയി നിൽക്കും. അപ്പോൾ ഏതൊക്കെയാണ്? മൈക്രോകൊക്കൈ, എൻട്രോകൊക്കൈ, സ്റ്റഫൈലോകൊക്കൈ, ബാസിലസ് സബ്റ്റിലിസ്, ബാസിലസ് പ്യൂമിലിസ്, അതുപോലെ തന്നെ ബാസിലസ് ലൈക്കനിഫോമിസ്. പിന്നെ കുറച്ച് നമ്മുടെ ഇവരെന്താണ്? സോയിലൊക്കെ ഇവർ കോണ്ടാക്ട് വരാൻ സാധ്യതയുണ്ട്. ഈ അഡർ ഇപ്പോൾ സോയിലൊക്കെയാണ് പോയി കിടക്കുന്നതെങ്കിലോ അവിടെ എന്ത് പ്രസൻ്റ് ആയിട്ടുണ്ട്? ക്ലോസ്ട്രീഡിയം പ്രസൻ്റ് ആയിട്ടുണ്ട്. ക്ലോസ്ട്രീഡിയം സ്പോർട്സ് ഒക്കെ ഈ അഡറിൽ വന്നിട്ട് കയറാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും ഇവർ സോയിലുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ. ഒന്നെങ്കിൽ ഇവർ ഭക്ഷണത്തിലൂടെ, അല്ലെങ്കിൽ ഇവർ ബെഡിങ്ങിലൂടെ, അല്ലെങ്കിൽ ഫീസസിലൂടെയൊക്കെ എന്ത് സംഭവിക്കും? ഈ ക്ലോസ്ട്രീഡിയം സ്പോർട്സൊക്കെ അവരുടെ ബോഡിക്കകത്തേക്ക് കയറും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും എന്താണ് അഡർ എങ്ങനെയൊക്കെയാണ് കണ്ടാമിനേറ്റ് ആവുക എന്നല്ല, എങ്ങനെയൊക്കെയാണ് മൈക്രോ ഓർഗാനിസംസ് ഈ അഡറിനകത്ത് പ്രസൻ്റ് ആവുക. അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ കിട്ടും. പക്ഷേ ഏതൊക്കെ മൈക്രോ ഓർഗാനിസം ആണെന്ന് നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിനുവേണ്ടിയാണ് ഇവിടെ പറഞ്ഞത്. ഏതൊക്കെയാണ്? മൈക്രോകൊക്കൈ, എൻട്രോകൊക്കൈ, സ്റ്റഫൈലോകൊക്കൈ, എല്ലാ കൊക്കൈകളും ഉണ്ട്. പിന്നെ ബാസിലസിൻ്റെ കുറച്ച് സ്പീഷീസ് ഉണ്ട്. ബാസിലസ് സബ്റ്റിലിസ്, ബാസിലസ് ലൈക്കനിഫോംസ്, ബാസിലസ് പ്യൂമിലിസ്. ഇതെവിടെയാണ്? എക്സ്റ്റീരിയർ ഓഫ് അഡർ ആണ്. പിന്നെ ക്ലോസ്ട്രീഡിയം സ്പോർട്സ്, അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ക്ലോസ്ട്രീഡിയം എവിടെയാണ് കാണപ്പെടുക? നമ്മുടെ സോയിലാണ് കാണപ്പെടുക. അവിടെ നിന്നാണ് നമ്മൾ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ക്ലോസ്ട്രീഡിയം സ്പീഷീസ് സോയിലിനകത്താണ് കാണപ്പെടുക എന്ന്. അപ്പോൾ ആ സോയിൽ നിന്നാണ് ഈ ക്ലോസ്ട്രീഡിയം നമ്മുടെ ഇവരുടെ അഡറിലോട്ട് കയറുന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണല്ലോ. ഇനി പഠിക്കുന്നുള്ളത് കോട്ട് ഓഫ് കൗ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇൻറ്റീരിയർ പറയട്ടെ. ഇൻറ്റീരിയറാണ് പ്രസൻ്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്. നമ്മൾ പറഞ്ഞു ബാസിലസ് സീരിയസ് അല്ലേ. ബാസിലസ് സീരിയസ് പറഞ്ഞു അവരെന്തായിരുന്നു? പ്രോട്ടിയോലിസിസും അതുപോലെ തന്നെ ബിറ്റി ക്രീമും ആയിരുന്നു. പിന്നെ സ്റ്റഫൈലോകൊക്കസ് ഏരിയസ് നമ്മൾ പറഞ്ഞു അവരെന്താ ചെയ്തത്? ഇൻടോക്സിക്കേഷൻ ആയിരുന്നു. പിന്നെ കോളിഫോംസ് അല്ലേ. കോളിഫോംസ് എന്താണ്? സോറിങ്ങും അതുപോലെ തന്നെ ഗ്യാസിനസും ആണ് അവർ കോസ് ചെയ്തത്. അവർക്ക് ആരൊക്കെയായിരുന്നു? ക്ലബ്ഷിയല്ല ന്യൂമോണിയ ഉണ്ടായിരുന്നു, ഈക്കോളെ ഉണ്ടായിരുന്നു, എൻട്രോബാക്ടർ എയറോജീൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ നമ്മുടെ മൈക്രോകൊക്കൈൻ്റെ ഡിസ്കളറേഷൻ കോസ് ചെയ്യുന്നുള്ള ലോട്ടിയസും റൂസിയസും, യെല്ലോ ടു പിങ്ക് ഡിസ്കളറേഷനാണ് അവർ കോസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഓരോന്ന് പഠിച്ചുകൊണ്ട് പോകണേ. നെക്സ്റ്റ് അപ്പോൾ നമ്മൾ അഡർ കഴിഞ്ഞു. ഇനി അടുത്തത് കോട്ട് ഓഫ് കൗ എന്ന് പറയുമ്പോൾ നമ്മുടെ പശുവിൻ്റെ പുറം ഭാഗം അല്ലേ. ഇപ്പോൾ കാലിൻ്റെ ആ ഭാഗത്തൊക്കെ അവർ കിടക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്താണ്? അൺക്ലീൻ ആയിട്ട് ഉണ്ടാവുന്നുള്ളത്. സോ യൂഷ്വലി നമ്മുടെ ഈ കോട്ട് ഓഫ് കൗ എന്ന് പറയുന്നത് എന്താണ്? ഒരു വെഹിക്കിളായിട്ട് ആക്ട് ചെയ്യാണ്. വെഹിക്കിൾ ഓഫ് ബാക്ടീരിയ ഡയറക്റ്റ്ലി ടു മിൽക്ക്. അപ്പോൾ മിൽക്കിലേക്ക് നമ്മുടെ ബാക്ടീരിയനെ കൊണ്ടുപോകുന്ന ഒരു വെഹിക്കിളായിട്ടാണ് നമ്മുടെ ഈ കോട്ട് ഓഫ് കൗ ആക്ട് ചെയ്യുന്നത്. കോട്ട് ഓഫ് കൗ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ പശുവിൻ്റെ പുറത്തുള്ള ഭാഗം അല്ലേ. അവിടെ ഒരുപാട് ഹെയർസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ പശുവിനെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പുറത്ത് പശുവിന് മാത്രമല്ല കേട്ടോ മിൽക്ക് എടുക്കുന്നത്. ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്. അപ്പോൾ ഏതൊരു ഓർഗാനിസം ആയാലും അതിൻ്റെ കോട്ട്, അത് ഹെയർസ് ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്നൊക്കെ എന്താണ്? ഡസ്റ്റൊക്കെ നമ്മുടെ മിൽക്കിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതിനകത്തൊക്കെ എന്തുണ്ടാവും? നമ്മുടെ ഈ മൈക്രോ ഓർഗാനിസംസ് വരാനുണ്ട്. പിന്നെ അഡറിനകത്ത് നിങ്ങൾക്ക് എന്ത് കണ്ടിട്ടുണ്ടാവും? ഹെയർസ് കണ്ടിട്ടുണ്ടാവും. പിന്നെ ടെയിൽ അല്ലെ, നമ്മുടെ പശുവിൻ്റെ ഒക്കെ വാലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെയും എന്തുണ്ട്? ഹെയർസ് ഉണ്ട്. അതിലൊക്കെ എന്ത്? മൈക്രോ ഓർഗാനിസം വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. പശു ഇങ്ങനെ വാല് ആട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അല്ലേ. അതിങ്ങനെ അടക്കി വെക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ആ സമയത്തൊക്കെ എന്താണ്? അത് ഡയറക്റ്റ്ലി നമ്മൾ മിൽക്കിങ് ചെയ്യുമ്പോൾ നമ്മുടെ മിൽക്കിലോട്ട് മൈക്രോ ഓർഗാനിസം എത്താനുള്ള സാധ്യതയാണ് വരുന്നുള്ളത്. പിന്നെ
കോട്ട് മേ ഡയറക്ട്ലി കോൺട്രിബ്യൂട്ട് മൈക്രോബ്സ് ഇൻ ടു എയർ. അതായത് ആ കോട്ടിലുള്ള മൈക്രോ ഓർഗാനിസംസ് അവരവിടെ അടങ്ങിയിരിക്കും. അവരെന്താണ് ഈ സറൗണ്ടിങ്ങിലുള്ള എയറിലോട്ട് ഈ മൈക്രോ ഓർഗാനിസം വന്ന് ചേരും. അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസം എന്താണ് നമ്മുടെ മിൽക്കിലോട്ട് ഡയറക്ട്ലി വരാനുള്ള സാധ്യതയുണ്ട്. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ബാസിലസ് സ്പീഷീസ്. ഓക്കെ, ബാസിലസ് സ്പീഷീസ്. ബാസിലസ് സ്പീഷീസ് അതിനൊരു ഉദാഹരണമാണ്. പിന്നെ എന്താണ് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കൗവൊക്കെ എന്താണ് വാട്ടർ പൂൾസിലൊക്കെ പോയി ഇരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ റെയിനി സീസൺ ആയാലും അങ്ങനെയൊക്കെ ആയാലും സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള വാട്ടറിൻ്റെ അടുത്തൊക്കെ ഈ പശു പോയിട്ട് ഇരിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ നിന്നൊക്കെ ഈ മൈക്രോ ഓർഗാനിസത്തിനെ ഇവർ ക്യാരി ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ നമ്മൾ കോട്ടിനകത്ത് ആകെ ബാസിലസ് സ്പീഷീസിനെ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എക്സ്റ്റീരിയറിനകത്ത് നമ്മൾ ഒരുപാട് പഠിച്ചു അല്ലേ? ഇവിടെ ബാസിലസ് സ്പീഷീസ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ കോട്ട് ഓഫ് കൗ എന്ന് നമ്മൾ പറഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മുടെ മിൽക്കിലേക്ക് ഒരു വെഹിക്കിളായിട്ട് നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന് കൊണ്ടുവരുന്നുള്ള ആരാണ്? നമ്മുടെ ഈ കോട്ട് ഓഫ് കൗ ആണ്. നമ്മുടെ കോട്ട് ഓഫ് കൗ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഹെയർസ് വരുന്നുണ്ട് അല്ലേ? പിന്നെ നമ്മുടെ കൗവിൻ്റെ സ്കിന്ന് വരുന്നുണ്ട്, അതിനകത്ത് ടെയിൽ വരുന്നുണ്ട്, അങ്ങനെയുള്ള മൊത്തം പുറത്ത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിലൊക്കെ എന്തുണ്ട്? മൈക്രോ ഓർഗാനിസംസ് പറ്റിപ്പിടിക്കാനുണ്ട്. പിന്നെ ഇവർ അവിടെ ഇവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ പശു പുല്ലിന് വേണ്ടിയൊക്കെ നടന്നു പോകുമ്പോൾ അവർ പല സ്ഥലത്ത് ഇരിക്കാറുണ്ട്. അവിടെ ഒരുപക്ഷെ എന്താണ് വെള്ളം ഉണ്ടാവാറുണ്ട്, സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളം ഉണ്ടാവാറുണ്ട്. അത് മലിനമായ വെള്ളമായിരിക്കാം. അപ്പോൾ അതിൽ നിന്നൊക്കെ മൈക്രോ ഓർഗാനിസം ഡയറക്റ്റ്ലി എവിടേക്ക് എത്തും? നമ്മുടെ പശുവിൻ്റെ ശരീരത്തിലോട്ട് എത്തും. അതിൽ നിന്ന് അവർ അഡറിലേക്ക് എത്താം, ഇൻറ്റീരിയറിലോട്ട് പോവാം. അങ്ങനെ പലതരത്തിൽ നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ഈ മിൽക്കിലോട്ട് എത്താനുള്ള സാധ്യത ഈ കോട്ട് വഴി നടക്കുന്നുണ്ട്. പിന്നെ ഒന്നാണ് എയറിന് ഡയറക്റ്റ് എന്താണ് നമ്മുടെ ഈ കോട്ടിൽ നിന്ന് സറൗണ്ടിങ് എയറിലോട്ട് നമ്മുടെ ഈ ബാക്ടീരിയ പോകുന്നു. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാസിലസ് സ്പീഷീസിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ 3 എണ്ണമായാലും എക്സ്റ്റീരിയർ, ഇൻറ്റീരിയർ, അതുപോലെ തന്നെ കോട്ട് ഓഫ് കൗ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ നമ്മളെ കൗവിൻ്റെ കാര്യങ്ങളാണ്. കൗവിൻ്റെ തന്നെ അല്ലേ ഇൻറ്റീരിയർ ഓഫ് അഡറും എക്സ്റ്റീരിയർ ഓഫ് അഡറാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ആനിമലിൻ്റെ ഷെഡാണ്. ആനിമലിൻ്റെ ഷെഡും അതുപോലെ തന്നെ സറൗണ്ടിങ്ങും. ഇപ്പോൾ നമ്മുടെ പശുവിനെ നല്ലൊരു സ്ഥലത്താണോ നമ്മൾ വളർത്തുന്നതെന്നൊക്കെ നമ്മൾ നോക്കണ്ടേ അല്ലേ? മോശം സറൗണ്ടിങ്സിലാണ് അവർ വളരുന്നതാണെങ്കിൽ എന്തായാലും കണ്ടാമിനേഷൻ അവർക്ക് അവിടെ നിന്ന് കിട്ടും. സോ എന്താണ് പുവർ ഹൈജീൻ പ്രാക്ടീസസ് ഒക്കെ ആണെങ്കിൽ, പുവർ ഹൈജീനിക് പ്രാക്ടീസ്, അതായത് ഇപ്പോൾ സാധാരണ നമ്മൾ കാണാറുണ്ട്, നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, ഡെയിലി അവർ തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ എത്രയൊരു റെഗുലർ ഇൻ്റർവെൽസിൽ അവരത് ക്ലീൻ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ എന്തായാലും നമുക്ക് എന്ത് സംഭവിക്കാം? നമ്മുടെ മിൽക്കിനൊക്കെ ഷോർട്ടർ ഷെൽഫ് ലൈഫായിരിക്കും ഉണ്ടാവുക. കാരണം പുവർ ഹൈജീനിക്കാണ്. അപ്പം മൈക്രോബിയൽ ലോഡ് ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ബെഡിങ് ഉണ്ടല്ലോ, അതായത് നമ്മൾ പശു തൊഴുത്തിൽ നിലത്തല്ലല്ലോ കിടക്കുന്നുള്ളത്, നല്ലൊരു ബെഡിങ് ഉണ്ടാവും അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പച്ചലയും അല്ലെങ്കിൽ ഉണങ്ങിയ ഇലയൊക്കെ കൊണ്ടിട്ടിട്ട് അല്ലെ വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ബെഡിങ് ഉണ്ട് ആ പശുവിന്. അപ്പോൾ ആ ബെഡിങ്ങിൻ്റെ കേസിൽ ഏതൊക്കെ മൈക്രോ ഓർഗാനിസാണ് വരുന്നുള്ളത്? കോളിഫോംസ് വരാനുള്ള സാധ്യതയുണ്ട്. കോളിഫോംസ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പശുവിൻ്റെ ഫീസസ് ഒക്കെ വരുന്നുള്ളത് അവിടെ തന്നെ അല്ലേ അല്ലേ? ചാണകമൊക്കെ അവർ ബെഡിങ്ങിലേക്ക് തന്നെയാണ് അവർ ചാണകമൊക്കെ വരുന്നുള്ളത്. അപ്പോൾ അവിടെ കോളിഫോംസിൻ്റെ പ്രസൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സോയിലുമായിട്ട് മിക്സ് ആവുന്നുണ്ട്. സ്പോർ ഫോമേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. സ്റ്റഫൈലോകൊക്കൈ വരാനുള്ള സാധ്യതയുണ്ട്. സ്റ്റഫൈലോകൊക്കൈ, അതുപോലെ തന്നെ സ്ട്രെപ്റ്റോകൊക്കൈ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത്രയും മതി. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ബെഡിങ്ങിൻ്റെ കേസിൽ കോളിഫോംസ് വരും. അതെന്തുകൊണ്ടാണ് ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ. കോളിഫോംസ് സാധാരണ എവിടെയാണ് ഉണ്ടാവുക? നമ്മുടെ ഫീക്കൽ കണ്ടാമിനേഷനിലല്ലേ? അപ്പോൾ പശുവിൻ്റെ ചാണകമൊക്കെ എവിടെയാണ് വരുന്നുള്ളത്? നമ്മുടെ ബെഡിങ്ങിലാണ്. അപ്പോൾ കോളിഫോംസ് വരും. പിന്നെ സോയിലുമായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ബെഡിങ് ഇല്ലേ? കാരണം പശു നടന്നു പോകാറുണ്ട്, അവിടെ നിന്നൊക്കെ സോയിൽ അവരുടെ കാലിലൊക്കെ സോയിൽ ഉണ്ടാവാം. ഓർത്തു വെക്കാൻ വേണ്ടി ഞാൻ പറയുകയാണേ. സോ സ്പോർ ഫോമേഴ്സ്, ക്ലോസ്ട്രീഡിയം പോലുള്ള സ്പീഷീസ്, പിന്നെ സ്റ്റഫൈലോകൊക്കയും സ്ട്രെപ്റ്റോകൊക്കയും, ഇത്രയും ആൾക്കാരാണ് മെയിനായിട്ട് നമ്മുടെ ബെഡിങ്ങിനകത്ത് പ്രസൻ്റ് ആയിട്ട് വരിക. അപ്പോൾ എപ്പോഴും ആനിമലിനെ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ വേണം അതിനെ നമ്മൾ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ആനിമലിൻ്റെ സറൗണ്ടിങ്ങിൽ നിന്ന് നമ്മുടെ ഈ പശുവിൻ്റെ ശരീരത്തിലോട്ട് ബോഡിയിലോട്ട് മൈക്രോ ഓർഗാനിസംസ് കയറി ചെല്ലാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആനിമൽ ഷെഡ് കഴിഞ്ഞു. അപ്പോൾ ആ ഷെഡൊക്കെ ക്ലീൻ ആക്കി വെച്ചാൽ നമുക്ക് പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ അവിടെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇനി മിൽക്കർ, ആരാണോ പശുവിൽ നിന്ന് മിൽക്ക് കളക്ട് ചെയ്യുന്നുള്ളത് അയാളെയും നമ്മൾ ശ്രദ്ധിക്കണ്ടേ അല്ലേ? അയാൾക്കും പല ഡിസീസും കാര്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആരാണോ പശുവിൽ നിന്ന് പാലെടുക്കുന്നത്, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മൈക്രോ ഓർഗാനിസം കവിലോട്ട് പോകാറുണ്ട്. പിന്നെ ഈ മിൽക്കറിന് എന്തെങ്കിലും വൂണ്ടൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ, ഇൻഫെക്റ്റഡ് വൂൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വൂൺസിന് ചുറ്റുപാടായിട്ട് എന്തായാലും മൈക്രോ ഓർഗാനിസംസ് പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ അതും പാത്തോജനിക് ആയിട്ടുള്ള നമ്മുടെ സ്ട്രെപ്റ്റോകോക്കസ് പോലുള്ള സ്പീഷീസ്, എന്താണ് സ്ട്രെപ്റ്റോകോക്കസ്, വൂണ്ട് ഓർക്കുക, സ്ട്രെപ്റ്റോകോക്കസും മൈക്രോകോക്കസും. ഓക്കെ, സ്ട്രെപ്റ്റോകോക്കസും മൈക്രോകോക്കസും ആണ് വൂൺസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉണ്ടാവുക. പിന്നെ നമ്മൾ ഇത് ഇൻഫെക്റ്റഡ് വൂൺസ് കേട്ടോ. പിന്നെ നമ്മൾ വേറൊരു കാര്യമാണ്,
നമ്മളിത് ഈ മിൽക്കിങ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കണ്ടവർക്ക് മനസ്സിലാവാം. ഒന്നുകിൽ നമ്മൾ വാട്ടർ വെച്ചിട്ടൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യും. അഡർ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ടാണ് മിൽക്കിങ് സ്റ്റാർട്ട് ചെയ്യുക. ഒന്നെങ്കിൽ വാട്ടർ വെച്ച് ലൂബ്രിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ആദ്യം കളക്ട് ചെയ്യുന്ന കുറച്ച് മിൽക്ക് വെച്ചിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യും. അപ്പോൾ പലതരം മെത്തേഡാണ് ഓരോ ആൾക്കാർ യൂസ് ചെയ്യാറുള്ളത്. ചില സമയത്ത് സലൈവയൊക്കെ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ആ ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സലൈവ അല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ മിൽക്ക്, അതൊക്കെ കണ്ടാമിനേറ്റഡ് ആണെങ്കിലും എന്ത് സംഭവിക്കും? ഈ പറഞ്ഞിരിക്കുന്ന കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കോമൺ ആയിട്ടുള്ള എന്താണ്, നമുക്ക് ഹ്യൂമൻസിന് ഡിസീസ് കോസ് ചെയ്യുന്നുള്ള ടൈഫോയിഡ് കോസ് ചെയ്യുന്നുള്ള നമ്മുടെ സാൽമോണല്ല ടൈഫൈ, അതുപോലെ തന്നെ ടൈഫോയിഡ് കോസ് ചെയ്യുന്നുള്ള സാൽമോണല്ല ടൈഫൈ, അതുപോലെ തന്നെ പാരാടൈഫോയിഡ് കോസ് ചെയ്യുന്നുള്ള സാൽമോണല്ല പാരാടൈഫൈ, അതുപോലെ തന്നെ ഡിസെൻട്രി, ഷിജല്ലയാണ് ഡിസെൻട്രി കോസ് ചെയ്യുക. ഷിജല്ല കോസ് ചെയ്യുന്നുള്ള ഡിസെൻട്രി വരുന്നുണ്ട്. പിന്നെ എന്താണ്, ഡിഫ്തീരിയ വരും. ഇതൊക്കെ മിൽക്കറിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഡിഫ്തീരിയ, ഡിസെൻട്രി, പിന്നെ കോളറ. ഇതൊക്കെ ഏതാണ് നമ്മൾ പറഞ്ഞത്? മിൽക്കറിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ, സെപ്റ്റിക് സോർ ത്രോട്ട്. എന്താണ് സെപ്റ്റിക് സോർ ത്രോട്ട്? ഇവിടെ എഴുതും, സെപ്റ്റിക് സോർ ത്രോട്ട്. സെപ്റ്റിക് സോർ ത്രോട്ട്. ഓക്കെ, സെപ്റ്റിക് സോർ ത്രോട്ടും ഇതുപോലെ നമ്മുടെ എന്താണ് മിൽക്കറിൻ്റെ കേസിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഡിസീസ് തന്നെയാണ്. ഈ സെപ്റ്റിക് സോർ ത്രോട്ട് കോസ് ചെയ്യുന്നുള്ളത് സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് ആണ് സെപ്റ്റിക് സോർ ത്രോട്ട് കോസ് ചെയ്യാം. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ആനിമലിൻ്റെ ഷെഡിൻ്റെ കാര്യം പറഞ്ഞു. അത് നമുക്ക് സിമ്പിളായിട്ട് ഓർക്കാനുള്ള കാര്യമേ ഉള്ളൂ, ആനിമലിൻ്റെ ഷെഡ്. അപ്പോൾ അതിൻ്റെ ബെഡിങ്ങിനകത്ത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കോളിഫോംസ്, സ്പോർഫോമസ്, സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റഫൈലോകോക്കസ്. പിന്നെ മിൽക്കറിൻ്റെത് നമുക്ക് സിമ്പിളായി ഓർത്ത് വെക്കാനുള്ളതേ ഉള്ളൂ. അത് എന്താണ്, ഇൻഫെക്റ്റഡ് വൂൺസോ അല്ലെങ്കിൽ ഡിസീസോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കൗവിന് പോവും. അതുപോലെ തന്നെ ലൂബ്രിക്കൻ്റ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ ലൂബ്രിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് എന്തായാലും, അതായത് ഇപ്പോൾ മിൽക്ക് ആയാലും സലൈവ ആയാലും വാട്ടർ ആയാലും അത് കണ്ടാമിനേറ്റഡ് ആണെങ്കിലും പ്രശ്നമാണ്. ഏതൊക്കെ ഡിസീസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്? ഒന്ന് നമ്മൾ പറഞ്ഞ ടൈഫോയിഡ്, ഡിസെൻട്രി, കോളറ, ഡിഫ്തീരിയ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ സെപ്റ്റിക് സോർ ത്രോട്ട്. അതേതാണ് ഓർഗാനിസം? സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് ആണ് സെപ്റ്റിക് സോർ ത്രോട്ട് കോസ് ചെയ്യുന്നുള്ളത്. പിന്നെ ഇവിടെ സ്ട്രെപ്റ്റോകോക്കസും മൈക്രോകോക്കസും ഇൻഫെക്റ്റഡ് വൂൺസിലൂടെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മിൽക്കറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു വെക്കാനുള്ളത്. ഇനി മിൽക്കിംഗ് എക്യുപ്മെൻറ്റ്, അതായത് നമ്മൾ മിൽക്ക് പിന്നെ ഇല്ലേ ഇപ്പോഴൊക്കെ നമ്മൾ മിൽക്കർ, അതായത് ഒരു ആൾ നമ്മൾ തന്നെ പോയി മിൽക്കിങ് ചെയ്യാണ്ട് പലതരം എക്യുപ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അതായത് ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് മിൽക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പോയി ഇരുന്ന് ചെയ്യണമെന്നില്ല, ആ എക്യുപ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് പാല് കറന്നെടുക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ മിൽക്കിംഗ് എക്യുപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? മിൽക്കിംഗ് എക്യുപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മിൽക്ക് കളക്ട് ചെയ്യുന്നുള്ള കണ്ടെയ്നേഴ്സ് അടക്കാം. ഇപ്പോൾ നമ്മൾ മിൽക്കിംഗ് ചെയ്യാൻ വേണ്ടി വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ നമ്മുടെ മിൽക്കിംഗ് കഴിഞ്ഞ ശേഷം നമ്മളത് കളക്ട് ചെയ്യുന്നുള്ള ആ കണ്ടെയ്നർ നമ്മൾ മിൽക്ക് കളക്ട് ചെയ്യുന്നുള്ള കണ്ടെയ്നർ, പിന്നെ നമ്മൾ ഏതെങ്കിലും ടാങ്കറിലോ മറ്റാണ് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ള ടാങ്കർ, പിന്നെ കളക്റ്റിംഗ് പൈപ്പ്സ് ഇതൊക്കെ എന്താണ് കണ്ടാമിനേഷൻ്റെ സോഴ്സ് തന്നെയാണ് അല്ല. മിൽക്കിംഗ് എക്യുപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇതിനകത്ത് വരും. പിന്നെ ഇതിനൊക്കെ എന്താണ് ബയോഫിലിംസ് കോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ കളക്റ്റിംഗ് പൈപ്പ്സിലൊക്കെ ബയോഫിലിംസ് കോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് ഇവിടെ എപ്പോഴും ക്ലീൻ ചെയ്തിട്ട് വേണം. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കണ്ടെയ്നർ ആയാലും ടാങ്കറൊക്കെ ആണെങ്കിൽ നമുക്കത് അതിൻ്റെ സർഫസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡാണ്. സർഫസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതെപ്പോഴും എന്താണ് അൺക്ലീൻഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇംപ്രോപ്പർലി അത് ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ അവിടെ എപ്പോഴും എന്ത് സംഭവിക്കും? കണ്ടാമിനേഷനിൽ കോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മെയിനായിട്ടും തെർമോഫിലിക് ബാക്ടീരിയ ആണ് ഇവിടെ ഗ്രോ ചെയ്യാനുള്ള സാധ്യത. തെർമോഫിലിക് ബാക്ടീരിയ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചറാണ് ഇവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളത് സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുള്ളത് തെർമോഫിലിക് ബാക്ടീരിയ മാത്രമായിരിക്കും. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ബാസിലസ് സീരിയസ്. നമ്മളെന്താ പറഞ്ഞാൽ ബാസിലസ് സീരിയസ് കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ, പ്രോട്ടിയോലിസിസും ബിറ്റി ക്രീമും അല്ലെ, അതാണ് ബാസിലസ് സീരിയസ് ഉണ്ടാക്കുന്നുള്ളത്. ഓക്കെ, സോ ഇംപ്രോപ്പർലി സ്റ്റെറിലൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ തെർമോഫിലിക് ബാക്ടീരിയ കോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരാളാണ് തെർമോഡ്യൂറിക് എന്താണെന്ന് പറഞ്ഞുതരാം, എങ്കിലും പറയാം.
തെർമോഫിലിക് എന്ന് വെച്ചാൽ ആ ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യും. അവർക്ക് തെർമോഫിലിക് ആ ടെമ്പറേച്ചറിൽ ലവ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് എബോവ് ഒരു 60 ഡിഗ്രി സെൽഷ്യസ് 80 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ സർവൈവ് ചെയ്യുന്ന ആൾക്കാരാണ് തെർമോഫിലിക്. തെർമോഡ്യൂറിക് എന്ന് പറഞ്ഞാൽ ഈ ടെമ്പറേച്ചറിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഡു നോട്ട് മൾട്ടിപ്ലൈ, പക്ഷെ അവരെന്ത് ചെയ്യും, ആ ടെമ്പറേച്ചറിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. തെർമോഡ്യൂറിക് ആ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യും, പക്ഷെ അവർക്ക് അവിടെ ഗ്രോ ചെയ്യാൻ പറ്റില്ല. പക്ഷെ തെർമോഫിലിക് ആകുമ്പോൾ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനും പറ്റും, ഗ്രോ ചെയ്യാനും പറ്റും. അതാണ് ഡിഫറൻസ്. അപ്പോൾ തെർമോഫിലിക്കിന് എക്സാമ്പിളാണ് ബാസിലസ് സീരിയസ്. ഇവിടെ നമ്മുടെ മൈക്രോകോക്കൈ വരും. തെർമോഡ്യൂറിക്, മൈക്രോകോക്കൈ ഇവരൊക്കെയാണ് നമ്മളെ ഈ എക്യുപ്മെൻറ്റ്സിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ബാസിലസ് സ്പീഷീസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, മിൽക്കിംഗ് എക്യുപ്മെൻറ്റ്സ് ആണ് പറഞ്ഞത്. അതിനകത്ത് കണ്ടെയ്നർ, ടാങ്കർ, ഇതൊക്കെ നമ്മൾ എന്താണ് മിൽക്ക് കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഈ മിൽക്കിംഗ് എക്യുപ്മെൻറ്റിനകത്ത് വന്നു. മെയിനായിട്ട് അവിടെ ഉണ്ടാവുക ബയോഫിലിംസ് ആണ്. ബയോഫിലിംസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, കളക്ടിങ് പൈപ്പ്സ്, അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ചിലപ്പോൾ അത് അൺക്ലീൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇംപ്രോപ്പർലി ക്ലീൻഡ് ആയിരിക്കും. അവിടെ മെയിനായിട്ടും ഏത് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ് ഉണ്ടാവുക, തെർമോഫിലിക് ബാക്ടീരിയ ആണ് ഉണ്ടാവുക. അതിനാരാണ് എക്സാമ്പിൾ, ബാസിലസ് സീരീസ്, അതുപോലെ തന്നെ അതിൽ മറ്റുള്ള ബാസിലസ് സ്പീഷീസും അതിന് എക്സാമ്പിളാണ്. തെർമോഫിലിക് കൂടാണ്ട് മറ്റേത് ടീം കൂടി ഉണ്ട്, തെർമോഡ്യൂറിക് ടീം കൂടി അവിടെ പ്രസൻ്റ് ആയിരിക്കും. തെർമോഡ്യൂറിക്കിന് എക്സാമ്പിളാണ് മൈക്രോകോക്കൈ. അപ്പോൾ തെർമോഡ്യൂറിക്കിൻ്റെയും തെർമോഫിലിക്കിൻ്റെയും എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞു, അതും ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് കണ്ടാമിനേഷൻ കൊണ്ടുവരുന്നുള്ള ഡിഫറെൻറ്റ് കാറ്റഗറീസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കാം, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം പറഞ്ഞു പോകാം കേട്ടോ. സൈക്രോഫൈൽ എന്ന് വെച്ചാൽ എന്താണ്? സൈക്രോഫൈൽ എന്ന് വെച്ചാൽ എന്താണ് നമുക്കറിയാം അല്ലേ. ഒരു 0 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഗ്രോ ചെയ്യുന്നുള്ള, ലോവർ ടെമ്പറേച്ചറിൽ ഗ്രോ ചെയ്യുന്നുള്ള മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഒരു 0 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് മാക്സിമം ഒരു 15 ഡിഗ്രി സെൽഷ്യസ് വരെ പോകും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സൈക്രോഫൈൽ എന്ന് പറയാം. എന്താണ്? സൈക്രോഫൈൽ എന്ന് പറയാം അല്ലേ. എപ്പോഴും ഫ്രീസിങ് ടെമ്പറേച്ചറിലൊക്കെയാണ് ഇവർ ഉണ്ടാവാറുള്ളത്. ഇവർ മെയിനായിട്ട് സ്പോയിലേജ് ഓഫ് പ്രോട്ടീൻ്റെ സ്പോയിലേജും അതുപോലെ തന്നെ ഫാറ്റിൻ്റെ സ്പോയിലേജൊക്കെയാണ് ഇവർ മെയിനായിട്ട് ചെയ്യുന്ന ആൾക്കാർ. സൈക്രോഫൈൽസ് എന്താണ്? പ്രോട്ടീനും അതുപോലെ തന്നെ ഫാറ്റ് റിച്ച് പ്രൊഡക്ട്സിൻ്റെ സ്പോയിലേജാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സൈക്രോഫൈൽസിന് എക്സാമ്പിളാണ് സ്യൂഡോമോണാസ്, അതുപോലെ തന്നെ നമ്മുടെ വിബ്രിയോ സ്പീഷീസ്, വിബ്രിയോ കോളറ എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏത് സൈക്രോഫൈൽസ്. 0 ഡിഗ്രി സെൽഷ്യസ് ടു 15 അത് നമുക്കറിയാം. ഇവിടെ മിൽക്കിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീനെയും ഫാറ്റിനെയാണ് ഈ സൈക്രോഫൈൽസ് മെയിനായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നത്. ഇവർ ഫ്രീസിങ് ടെമ്പറേച്ചറിലാണ് സൈക്രോഫൈൽസ് ഉണ്ടാവുക അല്ല. ലെസ് ദാൻ 0 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ അവർ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. പിന്നെ എക്സാമ്പിളാണ് സ്യൂഡോമോണാസും വിബ്രിയോ കോളറയും. അപ്പോൾ സൈക്രോഫൈൽ കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് സൈക്രോട്രോപ്സ്. എന്താണ്? സൈക്രോട്രോപ്സ്. അപ്പോൾ സൈക്രോഫൈൽസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സൈക്രോട്രോപ്സിനെയാണ് നമ്മളിത് പറയുന്നത്. ഇവർക്ക് എന്താ, ഞാൻ നേരത്തെ തെർമോഡ്യൂറിക് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ഒരു 0 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 10 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഇവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ഇവർ ഗ്രോ ചെയ്യില്ല. ഇവർക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ ഒരു 20 to 30 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വേണം. അതായത് ലോവർ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇവർക്ക് അവിടെ നിൽക്കാൻ പറ്റും, പക്ഷെ ഗ്രോത്ത് ഒന്നും നടക്കില്ല, മൾട്ടിപ്ലിക്കേഷൻ ഒന്നും നടക്കില്ല. ഗ്രോത്ത് നടക്കുക ഈ ടെമ്പറേച്ചറിലായിരിക്കും. അതിനെയാണ് നമ്മൾ സൈക്രോട്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ ഇവരും റെഫ്രിജറേഷൻ കണ്ടീഷനിൽ തന്നെയാണ് കാണപ്പെടുന്നത്. ഇതിനും എക്സാമ്പിളിനകത്ത് നമ്മുടെ സ്യൂഡോമോണാസ് വരുന്നുണ്ട്. സ്യൂഡോമോണാസ് വരും. പിന്നെ ഫ്ലാവോ ബാക്ടീരിയ വരും. പിന്നെ ആൽക്കലി ജീൻസ്. ഓക്കെ, ആൽക്കലി ജീൻസ്. ക്രോമോ ബാക്ടീരിയ. അപ്പോൾ ഏതാണ് സൈക്രോട്രോപ്സിനകത്ത്? ക്രോമോ ബാക്ടീരിയ, ഫ്ലാവോ ബാക്ടീരിയ, സ്യൂഡോമോണാസ്, ആൽക്കലി ജീൻസ്. ഇതൊക്കെയാണ് സൈക്രോട്രോപ്സിൻ്റെ കേസിൽ പറയാനുള്ളത്. പിന്നെ അടുത്ത കാറ്റഗറിയാണ് മീസോഫൈൽസ് അല്ലേ. നമുക്കറിയാം ഒരു 30 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് ഒരു 50 ഡിഗ്രി സെൽഷ്യസ്, ഒരു 45 ഡിഗ്രി സെൽഷ്യസ് വരെ പോകുന്നതാണ് ഈ മീസോഫിലിക് കാറ്റഗറി എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റിൽ നമ്മൾ റൂം ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് ഇവർ ഗ്രോ ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനകത്ത് കേട്ടോ. കോമൺ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിനകത്ത് അവരാ. കോളിഫോംസ്, ലാക്ടോബാസിലൈ, ബൈഫിഡോ ബാക്ടീരിയ, ലാക്ടോകൊക്കൈ, സ്റ്റഫൈലോകൊക്കൈ, ഇതൊക്കെ വരുന്നുള്ളത് മീസോഫിലിക്കിനകത്താണ്. ഇവരിൽ കുറച്ച് ആൾക്കാർ എന്താണ്, സ്പോയിലേജ്, നമ്മുടെ എന്താണ്, ചില ആൾക്കാർ മാത്രം ഈ മീസോഫിലിക്കിനകത്ത് ചിലവർ മാത്രം സ്പോയിലേജ് കോസ് ചെയ്യാറുണ്ട്. അല്ലാത്തവരൊക്കെ ഫെർമെൻറ്റേഷൻ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ കോളിഫോംസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അവരൊക്കെ ഫെർമെൻറ്റേഷന് ഹെൽപ്പ് ചെയ്യുന്നുള്ള ആൾക്കാരാണ്, ബെനഫിഷ്യലാണ്. ഓക്കെ, റൂം ടെമ്പറേച്ചറിനകത്ത്.
അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള മിൽക്കിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നോക്കിയത്. ആദ്യം സൈക്രോഫൈലാണ് പറഞ്ഞത്, അതിനകത്ത് ഡൗട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. എക്സാമ്പിൾ ഓർത്ത് വെക്കുക, സൂഡോമോണാസും അതുപോലെ തന്നെ ആരായിരുന്നു നമ്മൾ പറഞ്ഞത്, വിബ്രിയോയും. സ്യൂഡോമോണാസും വിബ്രിയോയും. പിന്നെ ഓർക്കേണ്ട പോയിന്റ് എന്താണ്, പ്രോട്ടീനും ഫാറ്റും ആണ് അവരവിടെ ഡീഗ്രേഡ് ചെയ്യുന്നുള്ളത്. ഫാറ്റ് റിച്ച് പ്രൊഡക്ട്സിനൊക്കെയാണ് അവർ ഡീഗ്രേഡ് ചെയ്യുക. പിന്നെ സൈക്രോട്രോഫ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, 0 to 10 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ അവർ വിത്ത്സ്റ്റാൻഡ് ചെയ്യും, പക്ഷെ അവർ ഗ്രോ ചെയ്യുന്നുള്ളത് 20 to 30 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ്. അവരെയാണ് നമ്മൾ സൈക്രോട്രോഫ്സ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ആരൊക്കെയായിരുന്നു, സ്യൂഡോമോണാസ്, ഫ്ലാവോബാക്ടീരിയ, ക്രോമോബാക്ടീരിയ, ആൽക്കലി ജീൻസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൈക്രോട്രോഫ്സ്. മീസോഫിലിക് എന്ന് പറയുമ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചറിലൊക്കെ കാണപ്പെടുന്ന ഓർഗാനിസമാണ്. നമ്മൾ കോമൺ ആയിട്ട് കാണപ്പെടുന്നില്ല നമ്മുടെ സ്റ്റഫൈലൊക്കെ, നമ്മുടെ കോളിഫോംസ്, അതുപോലെ തന്നെ പിന്നെ ഏതായിരുന്നു ഞാൻ പറഞ്ഞത്, ലാക്ടോബാസിലൈ, ബൈഫിഡോ ബാക്ടീരിയ, ഇവരൊക്കെയാണ് കോളിഫോംസിൻ്റെ കേസിൽ വരുന്നുള്ളത്. ഇവരൊക്കെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിനകത്ത് സ്പോയിലേജ് കോസ് ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ ഫെർമെൻറ്റേഷന് ഹെൽപ്പ് ചെയ്യുന്നുള്ള ആൾക്കാരാണ്. അതാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്, മീസോഫൈൽസിനെ കുറിച്ച് പറഞ്ഞത്. ഇനി നമുക്ക് തെർമോഡ്യൂറിക്സിനെ കുറിച്ച് പറയാം. തെർമോഡ്യൂറിക്സിന് നമ്മൾ നേരത്തെ ഏതാ എക്സാമ്പിൾ പറഞ്ഞ മൈക്രോകോക്കൈ. തെർമോഡ്യൂറിക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ, മനസ്സിലായില്ലേ? എന്താണ്, ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, പക്ഷെ അവിടെ ഗ്രോ ചെയ്യാൻ പറ്റില്ല. അതിനാണ് നമ്മൾ തെർമോഡ്യൂറിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോകോക്കൈ പറഞ്ഞു. പിന്നെ നമ്മുടെ മീസോഫൈൽസിൽ പറഞ്ഞ അതേ ആൾ തന്നെയാണ് ആൽക്കലി ജീൻസ്, അതുപോലെ തന്നെ ലാക്ടോബാസിലസ്, മൈക്കോബാക്ടീരിയ, പിന്നെ ലാക്ടോബാസിലസ് ബൾഗാരിസ്, ഇതൊക്കെ തെർമോഡ്യൂറിക്സിന് എക്സാമ്പിളാണ്. ആൽക്കലി ജീൻസ്, മൈക്കോബാക്ടീരിയം, പിന്നെന്താ ഞാൻ പറഞ്ഞത്, ലാക്ടോബാസിലസ് ബൾഗാരിസ്, ഇതൊക്കെയാണ് തെർമോഡ്യൂറിക്സിന് എക്സാമ്പിൾ. ഇവരെ ഞാൻ എന്താ പറഞ്ഞത്, ഒരു 40 to 45 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. അതായത് മീസോഫിലിക്കിന് തൊട്ട് മേലെ, മീസോഫിലിക്കും അല്ല തെർമോഫിലിക്കും അല്ല, അങ്ങനത്തെ ഒരു ടെമ്പറേച്ചറിലാണ് ഇവർ സർവൈവ് ചെയ്യുക. പിന്നെ നമ്മുടെ തെർമോഫൈൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹൈ ടെമ്പറേച്ചർ അല്ലേ. തെർമോഫൈൽസ് എന്ന് പറയുമ്പോൾ ഒരു 50 to 70 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഒരു 60 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവർ പോവുക. ആരാണ് തെർമോഫൈൽസ്. ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഇവരെ പറയുന്നത്. ഇവർക്ക് എന്താണ്, മിൽക്ക് പാസ്ചറൈസേഷൻ കേട്ടിട്ടില്ലേ, ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നമ്മൾ മിൽക്കിന് സ്റ്റെറിലൈസ് ചെയ്യുന്നുള്ളൊരു മെത്തേഡാണ്. ആ പാസ്ചറൈസേഷൻ അവരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ആർക്കുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന തെർമോഫൈൽസിന് ഉണ്ട്. ഇവിടെ മെയിനായിട്ട് നോക്കി വെച്ചോളൂ, ബാസിലസ് ടിയറോ തെർമോഫിലസ്. ഇവിടെ തെർമോ എന്ന് കാണുമ്പോൾ തന്നെ ഓർത്ത് വെച്ചാൽ മതി, തെർമോഫിലസ്, ബാസിലസ് തിയറോ തെർമോഫിലസ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ബാസിലസ് തെർമോ അസിഡോ ഡ്യൂറൻസ്, പിന്നെ ബാസിലസ് സർക്കുലൻസ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു റെഫറൻസിൽ നിന്ന് കിട്ടിയ മൈക്രോ ഓർഗാനിസംസ് ആണ്. ഇതിൽ കൂടുതലും ഉണ്ടാവാം, എങ്കിലും നമ്മൾ കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പേരുകളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് മിൽക്ക് ഹൈജീൻ്റെ കേസിൽ, മിൽക്ക് മൈക്രോബയോളജിയിലൊക്കെ പഠിക്കാനുള്ളത്. ഇതിന് മാത്രമല്ല കേട്ടോ, ഇനി ഒരുപാടുണ്ട്. ഇനി നമുക്ക് MBRT ടെസ്റ്റും RRT ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരാനുള്ളത്. പിന്നെ നമ്മൾ മിൽക്ക് സ്പോയിലേജിലോട്ട് പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഒരുപാടുണ്ടെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പറ്റുന്നത്രയും പഠിക്കുക കേട്ടോ. അപ്പോൾ റിവൈസ് ചെയ്ത് പഠിക്കുക ഓരോ കാര്യങ്ങളും, ഓരോ മൈക്രോ ഓർഗാനിസം, ഓരോ കാറ്റഗറീനകത്ത് വരുന്നുള്ള മൈക്രോ ഓർഗാനിസവും എഴുതി വായിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്കിത് ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകണമെങ്കിൽ ഞാൻ മിൽക്ക് സ്പോയിലേജൊക്കെ പറയണം. അതിനകത്ത് വീണ്ടും മൈക്രോ ഓർഗാനിസത്തിന് ഒരുപാട് മൈക്രോ ഓർഗാനിസം നമുക്ക് വീണ്ടും ഇനി പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. പിന്നെ ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തായിരുന്നു ആദ്യം തൊട്ട് പറഞ്ഞത്, സോഴ്സ് ഓഫ് മൈക്രോ ഓർഗാനിസം ആണ്. അപ്പോൾ ഓരോ സോഴ്സിൽ നിന്നും വരുന്നുള്ള ഓരോ മൈക്രോ ഓർഗാനിസവും നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഇപ്പോൾ പറഞ്ഞ കാറ്റഗറി കൂടി നമ്മളൊന്ന് പഠിച്ചു വെക്കാം. ഇനി നമുക്ക് ഡൈ റിഡക്ഷൻ ടെസ്റ്റാണ് പഠിക്കാനുള്ളത്. ഡൈ റിഡക്ഷൻ ടെസ്റ്റ് അത് നമ്മുടെ മിൽക്ക് മൈക്രോബയോളജിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അത് കറക്റ്റായിട്ട് നമ്മളെ സിലബസിനകത്ത് കൊടുത്തിട്ടില്ല. MBRT RRT എന്നൊക്കെ പറയുന്ന മെത്തേഡാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് മിൽക്ക് സ്പോയിലേജ് കൂടി നെക്സ്റ്റ് ക്ലാസ്സിനകത്ത് എടുത്തു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പറയട്ടെ, ഇത്രയും മൈക്രോ ഓർഗാനിസംസിൻ്റെ പേരൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞെന്നില്ലേ, അതുകൊണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ലൈക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീഡിയോസ് ഇടാൻ തോന്നുക. അപ്പോൾ ലൈക്കൊക്കെ കാണാണ്ട് വരുമ്പോൾ നമുക്കൊന്ന് ഒരു ഇൻട്രസ്റ്റ് കുറയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. സോ താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.